Hallelujah. Wonderful. Praise God. Happy Father's Day to all the fathers here. Amen. വളരെ വളരെ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുന്നു. I thank God for this blessed day. നമ്മളെല്ലാവരും കർത്താവിൽ നിന്ന് ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. We have all received multiple blessings from the Lord. അതുകൊണ്ട് തന്നെ കർത്താവിനെ സ്തുതിപ്പാൻ അനേക കാരണങ്ങൾ ഇന്ന് രാവിലെ നമുക്കുണ്ട്. Because of that, we have many reasons to worship God and praise God. ദൈവം ദിനംതോറും നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ തന്ന് നമ്മളെ കൃപയോടെ ക്ഷേമത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. God has been sustaining us on a daily basis, providing us everything for our righteousness and our daily living. അമേരിക്കയിൽ അല്ലെങ്കിൽ ഇപ്പോൾ വേൾഡ് ഓവർ എന്ന് പറയുന്നത് പോലെ തന്നെ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ആളുകൾ ആചരിക്കുന്നുണ്ട്. So just like in many parts of the world, in America as well, we have Father's Day and Mother's Day and many celebrations. അതിനർത്ഥമുണ്ടോ? Definitely അർത്ഥമുണ്ട്. Is there a meaning to that? There is definitely meaning. അതൊരു സ്പെഷ്യൽ ഒക്കേഷൻ, വിശേഷപ്പെട്ട ഒരു സമയമാണ്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് ഓർക്കാൻ, ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് ഓർക്കാനും ദൈവത്തിൻ്റെ മഹത്വം കരേറ്റാൻ. It is a special day that we can give thanks to God and to set apart for certain occasions to celebrate God's goodness. Otherwise നമ്മൾ ഇതെല്ലാം taken for granted ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. And otherwise we'll take it for granted and move forward without thinking about those things. കഴിഞ്ഞ മാസം നമ്മുടെ മദേഴ്സിനെ എല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കരേറ്റി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Last month we celebrated our mothers. We prayed for them. ഒരു മദേഴ്സ് ഡേ മെസ്സേജ് നമ്മൾ കേട്ടു. We heard a Mother's Day message. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. Today is Father's Day. മദേഴ്സ് ഡേയിൽ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെന്റ് ഫാദേഴ്സ് ഡേയിൽ ഉണ്ടോ? Do you have the same excitement on Father's Day just as well as you did on Mother's Day? ഇന്ന് എത്ര പേർക്ക് ഫാദേഴ്സിന് അവരുടെ മക്കളിൽ നിന്ന് ഫാദേഴ്സ് ഡേ വിഷസ് കിട്ടി? How many of you receive Father's Day wishes from your children? ചിലർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർത്തു ഇത് കിട്ടുന്നില്ലേ എന്ന് ഓർത്തിരുന്നപ്പോൾ അവസാനം വന്നു. I was waiting at the last minute. I also received a call. Not a call but a text actually. Okay, I stand corrected. It was a text. But mothers are mothers, fathers are fathers. Mothers are definitely their own unique individuals, and fathers are the same. We are not, we are not competing with them in any way. നമ്മൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഫാദേഴ്സും മദേഴ്സും ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല. എല്ലാവരെയും ദൈവം അതാത് യുണീക് പ്ലേസസ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. God has placed them in their unique roles and places. ഇന്ന് അതുകൊണ്ട് the legacy of a godly father നെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. So I'm going to talk to you about the legacy of a godly father. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let us read Proverbs chapter 13 verse 22. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. It says a good person leaves an inheritance for their children's children, but a sinner's wealth is stored up for the righteous. Legacy എന്നുള്ള വാക്കിന്റെ അർത്ഥം പാരമ്പര്യമെന്നും പൈതൃകമെന്നും ഒക്കെ പറയാം. The word legacy means inheritance or something unique about that person. Legacy എന്ന് പറയുന്നത് അഥവാ ഈ പാരമ്പര്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരു പൊസഷൻ, സമ്പത്താദികൾ അല്ലെങ്കിൽ സ്ഥാനം, സമ്പത്ത് എല്ലാം മക്കൾക്ക് കൊടുത്തേച്ചു പോകുന്ന, മറ്റുള്ളവർക്ക് നൽകിയിട്ട് പോകുന്നതിനെ കുറിച്ചല്ല ലെഗസി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. The word legacy does not mean a loan of wealth and other things that you accumulated, your inheritance given to your children. There's other meaning to that. അതിനെല്ലാം പരമപ്രധാനമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. There are many other significant
meaning of that word legacy. ലെഗസി എന്ന് പറയുന്ന വാക്കിന് നമ്മൾ വിട്ടേച്ചു പോകുന്ന വലിയ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. And legacy also means the great faith that you leave behind for your children. നമ്മൾ വിട്ടിട്ട് പോകുന്ന വലിയ സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിനെ കുറിച്ചുള്ള പരാമർശം. And also it is also mentions about the character you leave behind as an example for your ഇവിടെ children. എഴുത്തുകാരൻ സദൃശവാക്യത്തിൽ പറയുക, ഗുണവാൻ മക്കൾക്ക് മാത്രമല്ല മക്കളുടെ മക്കൾക്കും അവകാശം വെച്ചേച്ചു പോകുന്നു. In here the writer of Proverbs says a good person not only leaves inheritance for children but also for grandchildren. പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടും. But a wealth of a sinner is stored up for the righteous. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ, ദെറാദൂൺ എന്ന സ്ഥലത്തായിരുന്നപ്പോൾ, Many years ago I was in the city of Dehradun in North India. അവിടെ ഒരു വലിയ പ്രസിദ്ധനായിട്ടുള്ള പ്രസംഗകൻ ഒരു ക്രൂസൈഡ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആള് ദെറാദൂണിൽ വന്നു. So there's a great preacher came to Dehradun to conduct a crusade. അദ്ദേഹത്തിന്റെ പേര് DGS ദിനകരൻ എന്നായിരുന്നു. And his name was DGS Dinagaran. അപ്പൊ ദെറാദൂണിലെ ആ വലിയ ക്രൂസൈഡില് എന്റെ കൗൺസിലിംഗിന്റെ കോർഡിനേഷൻ ഞാനായിരുന്നു. So during that crusade my responsibility was coordinating the counseling. അപ്പം ദെറാദൂണിലെ ആ ക്രൂസൈഡ് മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ വിസിറ്റ് ചെയ്തു. After the crusade this man came to our college to visit. ഞങ്ങളുടെ കോളേജിന്റെ ക്യാമ്പസും അതിന്റെ ഡിസൈനും എല്ലാം അദ്ദേഹത്തിന് വളരെ താല്പര്യമായി. He really enjoyed the design and the environment of our campus. എന്നിട്ട് അതിനുശേഷം സംസാര മധ്യ അദ്ദേഹം ചോദിച്ചു, തമ്പി ഈ തമ്പി എന്ന് പറഞ്ഞാൽ എങ്ങ ബ്രദർ എന്നാ അതിൻ്റെ അർത്ഥം, തമ്പി ഈ മതിലിന്റെ അപ്പുറത്ത് കാണുന്ന വലിയ കെട്ടിടങ്ങൾ ആരുടെയാ? So during that conversation he asked me, younger brother, what is all the other buildings outside the boundary walls of this facility? ഞങ്ങൾ പറഞ്ഞു അതൊരു ബുദ്ധിസ്റ്റ് മോണസ്ട്രിയുടെയാ. And we told him that is a Buddhist monastery. അപ്പൊ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. So he said something like this. അത് പറഞ്ഞു, കവലപ്പെടാതെ തമ്പി, ഇത് ഉനക്ക് വരും തമ്പി. He said, don't worry, this one day will belong to you. So you know Tamil also. Little bit. ഇത് ഉനക്ക് വരും തമ്പി means one day this may belong to you. പാപിയുടെ സമ്പത്ത് നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. So the wealth of the sinner is stored up for the righteous, it says. മറ്റൊരു കാര്യം, ഒരു നീതിമാൻ വെച്ചേച്ചു പോകുന്ന ലെഗസി എന്ന് പറഞ്ഞാൽ ഇറ്റ് റിപ്പിൾസ് ത്രൂ ജനറേഷൻസ്. ഈ തലമുറയായിട്ട് അതിങ്ങനെ റിപ്പിൾ ഇഫക്റ്റ് നമ്മൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ അറിയാമല്ലോ, അതുപോലെ ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. So a good person's inheritance is like a ripple effect, like a ripple in a pond. You know, ലെഗസി എന്ന് പറയുന്ന കുറെ മെമ്മറീസ് വിട്ടിട്ട് പോകുന്നതല്ല, ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ട് പോകുന്നതല്ല. Legacy is not a pile of memories that you leave behind. ലെഗസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവിങ് എ മിഷൻ ടു ലീവ് ഫോർ. ജീവിക്കാൻ ഒരു മിഷൻ ഉണ്ട്, അങ്ങനെ ഉള്ളൊരു ജീവിതം നയിച്ചിട്ട് പോകുന്ന ലെഗസി എന്ന് പറയുന്നത്. Legacy is a reason to exist and leaving a inheritance or well lived life before your children. How many of us know? നമ്മൾ എത്ര പേർക്കറിയാം, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ കഥ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. How many of you know you are daily writing your stories of your life? ഇപ്പോഴും നമ്മൾ കഥ എഴുതിക്കൊണ്ടിരിക്കുക. You are still writing the story of your life. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആ കഥ എഴുത്തിന്റെ ഭാഗമാണ്. And as I'm preaching from here on the pulpit, I'm also continuing that story. എൻ്റെ ശുശ്രൂഷകൾ ആ സ്റ്റോറി റൈറ്റിംഗിന്റെ ഭാഗമാണ്. My ministry is the part of that story. എൻ്റെ ജീവിതം ആ കഥ എഴുത്തിന്റെ ഭാഗമാണ്. My life itself is the story of that book. നിങ്ങൾ എന്തോ കഥ എഴുതിക്കൊണ്ടിരിക്കുക. So what is the story that you are writing with your life? ഇവിടെ ഉണ്ടോ നിങ്ങൾ? Are you here this morning? എന്തോ കഥ എഴുതിക്കുന്നു. So what is the writing that you have part of your story? ആ കഥ നിങ്ങൾ നമ്മൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ കഥ എത്ര പേരെ സ്വാധീനിക്കും? The story that you leave behind when you finish that story, how many people will that story influence? Hallelujah. Amen. ആ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. We should ask that question to ourselves. എല്ലാ ഫാദേഴ്സും ചോദിക്കണം. Every father should ask that story to എൻ്റെ ourselves. ജീവിതത്തിന്റെ കഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. I am writing the story of my life. എൻ്റെ ഇടപാടുകളും കൊടുക്കൽ വാങ്ങലും എല്ലാം കൊണ്ട്, എൻ്റെ ജീവിതത്തിന്റെ ചര്യകൾ ഒക്കെ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. My dealings, my receiving and giving, that I am writing the story of my life.
ഞാൻ പോയി കഴിയുമ്പോൾ ഈ കഥ എത്ര പേരെ സ്വാധീനിക്കും? When I'm gone from this earth, how many people will be influenced by my ഞാനിപ്പോൾ story? ജീവനോടിരിക്കുന്ന സമയത്ത് ഈ കഥ എത്ര പേരെ സ്വാധീനിക്കും? As I am still around, I'm living on this earth, how many people are influenced by your story? ഹല്ലേലൂയ. Amen. എല്ലാവരും കേൾക്കുന്നുണ്ടോ? I'm hoping all of you are listening to us. എന്തുവാ ഞാനിന്ന് പറയാൻ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ സമയം ഇന്ന് പകൽക്കാലം വളരെ കുറവ്. Because of the lack of time, I want to point out a few things to you this morning. ഒന്നാമത്തെ കാര്യം, ഒരു ഗോഡ്ലി ഫാദർ ഇൻഫ്ലുവൻസസ് ബൈ എക്സാമ്പിൾ. ഒരു മാതൃക കൊണ്ട് ഒരു നല്ല പിതാവ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. നോട്ട് സിംപ്ലി ബൈ സക്സീഡിങ്, ഒരു ജീവിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ വിജയിച്ച് കാണിച്ചല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Not only by your success in your life that you are setting an example. എക്സാമ്പിൾ കൊണ്ട് സ്വാധീനിക്കാനിടയാണ്. By your life itself you are able to influence others. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. In Proverbs chapter 20 verse 7 we read, പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. The righteous lead blameless lives, blessed are their children after them. പരമാർത്ഥതയിൽ നടക്കുക, ഇന്റഗ്രിറ്റിയോടെ നടക്കുക, living with integrity. അതിന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാരാ. After that his children are blessed. എല്ലാ അപ്പന്മാരും കേട്ടോണം. Every father ought to listen to this. അമ്മമാരും കേട്ടോണം. Mothers also. പരമാർത്ഥതയിൽ നടക്കുന്നവർ നീതിയുള്ളവരാ. Those who walk in integrity, they live a righteous life. ദൈവത്തിന്റെ വചനം പറയുന്ന അവരുടെ ശേഷം അവരുടെ മക്കളും ഭാഗ്യമുള്ളവരാ. The word of God says after their life their children are blessed. Hallelujah. Amen. Integrity എന്ന് പറഞ്ഞാൽ എന്തുവാ? What does integrity mean? ഒരു അഖണ്ഡത എന്നൊക്കെ നമ്മൾ പറയുന്നത്. And we means a lack of fault in them. പ്രൈവറ്റ് ലൈഫും നമ്മുടെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ജീവിതവും വ്യക്തിപരമായ ജീവിതവും നമ്മുടെ സമൂഹത്തിന്റെ മധ്യയുള്ള ജീവിതവും തമ്മിൽ വേർതിരിവില്ലാതിരിക്കുക. There is no separation between your private life and public life. It runs together. വാക്കൊന്ന്, പ്രവൃത്തിയും അത് തന്നെ. Your word is one thing and your action is the same. അവകാശങ്ങൾ ഒന്ന്, നമ്മുടെ നടപ്പും അത് തന്നെ. Your claim is one, then your walking is the same. അതാണ് പരമാർത്ഥതയിൽ നടക്കുക എന്ന് പറയുന്നത്. That's what integrity means. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ട് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ഒരു റൈറ്റിംഗ്, The Strange Case of Dr. Jekyll and Mr. Hyde. And you may have read Dr. Stevens writing about the case of Jekyll and Hyde. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിപാദ്യ വിഷയമാണ്. This is a discussion topic. നമ്മിലെല്ലാം ഉള്ള ഒരു ഡ്യുവൽ നേച്ചറിനെ കുറിച്ച് പറയുന്ന പുസ്തകം. It is talking about a dual nature that within us. രണ്ടുപേരും ഒന്ന് ഓർത്തുകൊണ്ട് ഒരു പക്ഷേ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. You may have heard this before. Dr. Jekyll, Mr. Hyde. And Dr. Jekyll and Mr. Hyde. ഡോക്ടർ ജെക്കിൽ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ ദയയുള്ള ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു. Dr. Jekyll is somebody who everybody loves and he was a wise person. അപ്പം പുറമേ ജെക്കിലിനെ കാണുമ്പോൾ ആളുകൾക്കെല്ലാം വലിയ സന്തോഷം. When Dr. Jekyll is seen outside, everybody loves him. പക്ഷേ അകത്ത് ഒരു ഡീപ്പ് ഇന്നർ കോൺഫ്ലിക്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. He had an inner conflict that within him. പുറമേ നല്ല മനുഷ്യനാ, പരമാർത്ഥതയുള്ള. Outside he is a very innocent and trustworthy person. പക്ഷേ അകത്ത് വലിയ ഇമ്മോറൽ ബിഹേവിയറിനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. And within him there was a desire for immoral behavior. അപ്പോൾ ഈ ഇമ്മോറാലിറ്റി കൊണ്ട്, അധാർമികത കൊണ്ട് തന്റെ നല്ല പേര് കളയാൻ തനിക്ക് താല്പര്യമില്ല. Because of even though he has an immoral desire, but he didn't want to lose his good name. So അദ്ദേഹത്തിന് ഈ നല്ല പേര് നിലനിർത്തുകയും ചെയ്യണം. He wanted to continue his good name. ഈ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യണം. But he also wanted to do the immoral things that was within him. അദ്ദേഹത്തിന്റെ പഠനമധ്യേ അദ്ദേഹം അതിനൊരു മാർഗം കണ്ടുപിടിച്ചു. So during his study of this, then he found a way to do that. ഒരു പോർഷൻ, ഒരു മാന്ത്രിക മരുന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. And he found a portion or a panacea or something like that. അപ്പം ലാബറട്ടറിയിൽ അദ്ദേഹം ആ മരുന്ന് കഴിക്കും. And so in the lab he would take that medicine. ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ഗുഡ് പാർട്സ് വേറെ, നല്ല ഭാഗം വേറെ, മോശം ചീത്ത ഭാഗം വേറെ ആക്കുവാൻ തനിക്ക് കഴിയും. So he is able to separate the evil and the good in the lab.
ആ പോഷൻ എപ്പോഴെല്ലാം മാന്ത്രിക മരുന്ന് എപ്പോഴെല്ലാം കുടിക്കുന്നുണ്ടോ whenever he takes that medicine, അദ്ദേഹം വേറൊരു മനുഷ്യനായി തീരും. he will become a somebody else. എല്ലാവരും അറിയുന്ന ദയുള്ള ബുദ്ധിമാനായ വിവേകമതിയായിട്ടുള്ള വ്യക്തിയല്ല. Not the person that everybody knows is the wise and the kind person he is. ക്രൂരനായ മൃഗീയമായിട്ടുള്ള വാസനാ താല്പര്യങ്ങളുള്ള ഒരു യാതൊരു ദയവുമില്ലാത്ത ഒരാളായിട്ട് മാറും. He will become a cruel and animal like person that nobody will recognize. അദ്ദേഹത്തിന്റെ പേര് ഹൈഡ് എന്നാ. That person's name is Mr. Hyde. അപ്പം ജെക്കില് ഇങ്ങനെ ഈ ഹൈഡായി മിസ്റ്റർ ഹൈഡായിട്ട് അറിയപ്പെടാനും തുടങ്ങി. So Dr. Jekyll became also known as Mr. Hyde. അപ്പോൾ അതിന്റെ കോൺസിക്വൻസസ് വരത്തില്ല. കാരണം പുറമേ ആളുകൾക്ക് അറിയാവുന്നത് മിസ്റ്റർ ജെക്കിലിനെയാ, നല്ല മനുഷ്യനെയാ. There's no consequences because everybody know in outside as Dr. Jekyll. കുറെ നാൾ അങ്ങനെ പോയി. So the life went on for a while. ഉള്ളിലെ മൃഗീയ വാസനകൾ ഉണരുവാൻ അല്ലെങ്കിൽ താല്പര്യപ്പെടുമ്പോൾ അദ്ദേഹം ഈ മാന്ത്രിക മരുന്ന് കുടിക്കും. And so whenever the animal instincts of him come out, he will take this medication. അദ്ദേഹം അത് കുടിച്ചു കഴിയുമ്പോൾ ക്രൂവൽ ആയിട്ടുള്ള മിസ്റ്റർ ഹൈഡ് ആയിട്ട് മാറും. Then he will take that and he will be a cruel Mr. Hyde. പക്ഷേ കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മിസ്റ്റർ ഹൈഡ് മിസ്റ്റർ ജെക്കിന്റെ മേൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ. So after a while Mr. Hyde had more influence on Dr. Jekyll. മിസ്റ്റർ ഹൈഡിനെ കൺട്രോൾ ചെയ്യാൻ മേലാതെയായി. And he was not able to control Mr. Hyde. അങ്ങനെ അദ്ദേഹം ഒരു മനുഷ്യനെ കൊല്ലുവാനും ഇടയാകുന്നു. So he also he was able to kill somebody. മിസ്റ്റർ ജെക്കിലിന്റെ ഒരു അടുത്ത ഫ്രണ്ട് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. So a friend of Dr. Jekyll tried to understand this behavior. And then ഇത് ഒരേ ആളാണെന്ന് മനസ്സിലാകാതെ എക്സ്പ്ലോർ ചെയ്യുക ഇവർ രണ്ടുപേരെയും. So this person is exploring both characters without knowing it's the same person. ഇപ്പം ജെക്കിലിന് മനസ്സിലായി മരുന്ന് കുടിക്കാതെ തന്നെ തനിക്ക് ഹൈഡ് ആകാൻ പറ്റും. And now Dr. Jekyll is able to become Mr. Hyde without even taking the medication. അവസാനം ജെക്കിലിന് മനസ്സിലായി ഹൈഡ് തന്നെ ടേക്ക് ഓവർ ചെയ്യുക, മുഴുവൻ കീഴടക്കുക. After a while Dr. Jekyll said, hey, this Hyde is taking over the whole character of Dr. Jekyll. അവസാനം ഈ മരുന്ന് കുടിക്കാതിരുന്നാലും തനിക്ക് ഹൈഡ് ആകാൻ പറ്റും. അതിൽ നിന്ന് ജെക്കിലായിട്ട് മടങ്ങി വരാൻ പറ്റാത്ത സാഹചര്യം വന്നു. And so he has come to a point where Dr. Hyde was not able to return to become Dr. Jekyll, the nice person. അവസാനം ബൈ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലെറ്റർ എഴുതി തന്റെ അടുത്ത സുഹൃത്തിന്. So after a while he wrote a letter to his close friend. എന്നിട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കുക. And he is ending his life. അതാണ് സ്ട്രേഞ്ച് കേസ് ഓഫ് Dr. Jekyll and Mr. Hyde. That is the story of the strange case of Dr. Jekyll and Hyde. ഈ ഡ്യുവൽ നേച്ചറുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. You know, there are many people who have this dual characters or nature within them. ചർച്ചുകളിലുണ്ട്, വിശ്വാസികളെന്ന് അറിയപ്പെടുന്നവരുണ്ട്. In church as well as among believers. നമ്മളെല്ലാം ഓർക്കും നമ്മൾ വലിയ എക്സ്പെർട്സ്, അത് രണ്ടും കൂടി ഒത്തിരി നാൾ കൊണ്ടു അവസാനം വരെ കൊണ്ടുപോകാം. We think we are experts and we can continue behave this way in our lives. ഉള്ളിലുള്ള മൃഗീയമായ വാസനകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് പാടാനും ആരാധിക്കാനും വിശ്വാസിയെന്ന് അറിയപ്പെടാനും പറ്റും. And having that cruel nature or the carnal nature inside of us, I'm able to worship, I'm able to sing, do all the other things in ministry. ഇത് നല്ലൊരു മോറൽ ലെസണാ ഈ സ്റ്റീവൻസന്റെ എഴുത്ത്. This Stevenson's writing is a good moral lesson for all of us. ഡ്യുവൽ നേച്ചറുമായിട്ട് നമ്മൾ ആർക്കും വിജയിക്കാൻ പറ്റത്തില്ല. None of us can be successful in life with this dual nature within us. പരമാർത്ഥതയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. The one who walks in righteousness is blessed. അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. After his life, his children are also blessed. നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ കാണുന്നവരാണ്. And our children observe us more than they listen to us. Children are said to be great imitators. നമ്മുടെ കുട്ടികൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വളരെ മിടുക്കരാണ്. അതുകൊണ്ട് so give them something great to imitate. എന്താണ് അവർക്ക് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? So you must give them something great to imitate after your life. അതുകൊണ്ട് ഇന്റൻഷനൽ ആയിട്ട് നമ്മൾ തീരുമാനിച്ചുറച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കള്
നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യത്തക്കവണ്ണം ജീവിച്ചോണം. So you must be careful, always be thinking that you are leaving a legacy for your children and always live accordingly. നമ്മുടെ വാക്കിലും നടപ്പിലും അത് കാണിച്ചു കൊടുത്തോണം നമ്മുടെ കുടുംബത്തിൽ. In our walking, in our talking, in our ways, we must set that as an example. നമ്മുടെ മക്കളിൽ എത്ര പേര് പറയും, I have seen my father doing this. എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ് ഇത് ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ഞാനും ഈ കർത്താവിനെ പിൻപറ്റും. How many of your children will say that I will follow the Lord because my father has set that example for me? ഒരു സ്നേഹമുള്ള പിതാവിനെ, ഒരു ക്ഷമയുള്ള പിതാവിനെ, ഒരു താഴ്മയുള്ള ദൈവിക സ്വഭാവങ്ങളുള്ള പിതാവിനെ ഞാൻ കണ്ടു, കാണുന്നു, അതുകൊണ്ട് ഞാനും അതിനെ പിൻപറ്റും. I see a loving and caring father who is humble and following the Lord. I want to follow the same example. ഞാൻ മുന്നോട്ട് പോകട്ടെ. വളരെ പെട്ടെന്ന്, ഒരു ഗോഡ്ലി ഫാദർ എന്ന് പറയുന്നത്, ദൈവികമായ സ്വഭാവമുള്ള ഒരു പിതാവ് എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ ഒരു ലെഗസി അത് പകർന്നു കൊടുക്കുന്നയാളാണ്. And also a godly father is a father who give a legacy or set a legacy of faith. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? Everybody's here, I hope. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. In 2 Timothy chapter 1 verse 5 we read that. 4-5 വാക്യങ്ങൾ. ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യും. Recalling your tears, I long to see you so that I may be filled with joy. I am reminded of your sincere faith which first lived in your grandmother Lois and your mother Eunice. Yes. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I am persuaded now that it lives in you also. നോക്കണം, പൗലോസ് പറയുക, വല്യമ്മ തൊട്ട് ലോയിസ് തൊട്ട് പകർന്ന് കൊടുത്ത ഒരു തലമുറയായി കൈമാറിയ ഒരു വിശ്വാസം. And here Paul is writing about the faith that was in grandmother Lois and mother Eunice. ആ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് നിർവ്യാജ വിശ്വാസം എന്നാണ്. And then regarding that faith, it is a sincere faith. നിന്റെ നിർവ്യാജ വിശ്വാസം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. I thank God because of your sincere faith. അത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് അറിയാവുന്നതാണ്. I know where that sincere faith comes from. നിന്റെ വലിയമ്മ ലോവീസിൽ അതുണ്ടായിരുന്നു. That was a quality was in your grandmother Lois. നിന്റെ അമ്മ യുനീക്കയിൽ അതുണ്ടായിരുന്നു. And that was in your mother Eunice. അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. And I am assured that faith is in you as well. Hallelujah. Hallelujah. നമ്മൾ ഇങ്ങനെ തലമുറയായിട്ട് കൈമാറുന്ന ഒരു വിശ്വാസം. This is a faith that is being transferred from one generation to another. നമ്മുടെ പൊസഷൻസും നമ്മുടെ സമ്പത്തും എല്ലാം കൈമാറുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, it is better to transfer this faith more than the possessions and the wealth we transfer to our children. handing over the power of spiritual legacy. Handing over the baton or the power of the spiritual legacy. ദൈവമായ കർത്താവ് അബ്രഹാമിനോട് അതേ കൽപ്പന നൽകി. And God gave Abraham the same commandment. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. And Genesis chapter 18 verse 19 we read. അവിടെ അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. It is written, for I have chosen him so that he will direct his children and his household after him to keep the way of the Lord by doing what is right and just. പിതാക്കന്മാരെ, എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? So fathers, why are we chosen? നമ്മുടെ മക്കൾക്കും അവരുടെ ശേഷമുള്ള കുടുംബങ്ങൾക്കും എല്ലാ നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുക. And we have been chosen so that our children and their household will walk in the ways of the Lord after our life. Hallelujah. Amen. പിതാക്കന്മാരെ ദൈവം അതിനെ തിരഞ്ഞെടുത്തിരിക്കുക. That is why he has chosen fathers. നമ്മളെ അക്നോളജ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിതാക്കന്മാർക്ക് ഭയങ്കര റോളുണ്ട്. And whether we acknowledge it or not, fathers have a great role in our families. മറന്നു പോകരുത്. Don't forget that. ഒരു ഉദ്ദേശത്തോടെ ദൈവം തിരഞ്ഞെടുത്തതാണ്. And God has purposefully chosen us. നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ നമ്മൾ തന്നെ പ്രവർത്തിച്ചോണ്ട് മക്കളോട് പറയണം കർത്താവിന്റെ വഴി നടന്നോണം. It says by practicing the righteous and the justice, and we need to set an example for our children. Hallelujah. Amen. നമ്മുടെ ജീവിതത്തിൽ
അത് അനുഭവവേദ്യമാകട്ടെ. And let that be practical in your life. എന്നിട്ട് നമുക്ക് നമ്മുടെ മക്കളോടും പറയാം, And then we should tell our children, ഞാൻ പിൻപറ്റി വന്നൊരു ദൈവമുണ്ട്, there's a God that I followed, ആ ദൈവത്തെ നിങ്ങളും പിൻപറ്റി. and I want you to follow the same God. അവർ നിരസിക്കത്തില്ല. And they will not reject you. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ നമ്മൾ പിൻപറ്റുന്നത് നമ്മുടെ മക്കൾ കാണുമ്പോൾ, When our children see sincerely you following Christ, നമ്മുടെ ജീവിതം കൊണ്ട് അവരോട് പ്രസംഗിക്കുമ്പോൾ, then your life will be an example to preach to them. അവർക്ക് നിരസിക്കാൻ പറ്റത്തില്ല. Then they cannot reject that. അതാ നമ്മുടെ മേലുള്ള വിളി. And that is the calling that God has given us. ഹല്ലേലൂയ. Amen. ഒരു ഗോഡ്ലി ഫാദർ അവരുടെ വിശ്വാസത്തെ തങ്ങളുടെ പ്രോജനിയുടെ മുമ്പിൽ, തങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ അവസരം നോക്കിയിരിക്കും. And the godly father will look for an opportunity to stretch their faith in front of their children. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ സ്ട്രെച്ച് ചെയ്യുന്നത്? How do we stretch our faith? Are you all here? Are you listening? How do we stretch our faith? എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്? എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് കഴിഞ്ഞു പോയാൽ മതിയോ? Do you just want to just live by or survive? ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ മുമ്പിൽ എൻ്റെ വിശ്വാസത്തെ എനിക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കാണിക്കണം. I want to demonstrate how to stretch a faith in front of my children and grandchildren when there is an opportunity presents പഴയ itself. നിയമത്തിൽ ഒരു മനോഹരമായ ഉദാഹരണമുണ്ടല്ലോ. In the Old Testament there's a great example. അബ്രഹാമും ഇസ്ഹാക്കും കൂടെ ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാൻ അബ്രഹാം ഇസ്ഹാക്കുമായി യാത്ര ചെയ്യുക. Abraham and Isaac are going to offer a sacrifice. ദീർഘനാളുകളിലെ പ്രാർത്ഥനയുടെ ഫലമായി കിട്ടിയ മകനാ. This is a son has received after many years of prayer. ദൈവം തന്നെ പറയുന്നു, നീ സ്നേഹിക്കുന്ന മകൻ നിന്റെ ഏകജാതനായ ഇസ്ഹാക്ക്. And God himself saying, your one and only son Isaac. അവനെ നീ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞതാ. God is asking him to sacrifice him. ആ മകനുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. So he is traveling with the son to Mount Moriah. അപ്പൊ ഇന്ന് രാവിലെ ആരാധന മധ്യേ പാട്ടുകളുടെ മധ്യേ സണ്ണി ഓർപ്പിച്ചല്ല. And then during our worship, Sunny has reminded us. വിറകെട്ടും ചുമന്നുകൊണ്ട് നടക്കുന്ന ഇസ്ഹാക്ക്. And Isaac who's carrying the pile of wood. അപ്പനോട് ചോദിച്ച, അപ്പ യാഗത്തിനുള്ള വിറകുമുണ്ട് തീയുമുണ്ട്. And he asked the father, there is the wood and the fire. ആട്ടിൻകുട്ടി എവിടാ? Where is the sacrificial animal? ഒന്നും കാണുന്നില്ല. There's nothing to be seen. ആട്ടിൻകുട്ടി അബ്രഹാമിന്റെ കണ്ണിന് മുമ്പിൽ വാസ്തവത്തിൽ ഇസ്ഹാക്ക് തന്നെയാ. And in front of Abraham, his son is the sacrificial animal. എന്നിട്ട് വിശ്വാസത്തെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു. But he started stretching the faith. എന്നിട്ട് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. And then he told his son, God will provide son. യഹോവ ജൈറ, യഹോവ കരുതിക്കൊള്ളും. Jehovah Jireh, he will provide. നമുക്കൊക്കെ വിശ്വാസത്തെ സ്ട്രെച്ച് ചെയ്യാനുള്ള ചില അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം മക്കൾക്ക്. And we need to show our children the opportunity to stretch our faith. ചോദിക്കുന്നതും ചോദിക്കാത്തതും എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കരുത്. Not only providing whatever they are in need, more than what they need. ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കണം. In some things you are able to provide for their children immediately, but you need to tell them to hold on. ദൈവത്തോട് പ്രാർത്ഥിച്ചു മേടിക്കാൻ പറയണം. And you need to teach them to ask God to receive that. അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ മനോഹാരിത അപ്പോഴാണ് അവർ തിരിച്ചറിയാൻ പോകുന്നത്. That's when they will understand the beauty of trusting in the Lord. അല്ലാതെ ചോദിക്കുമ്പോൾ തന്നെ ATM മെഷീൻ പോലെ ഇങ്ങനെ അല്ലെ വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് പോലെ കൊടുത്തോണ്ടിരിക്കരുത്. But don't be like a World Bank or ATM machine. As soon as you ask, it's provided. Hallelujah. Amen. എൻ്റെ മക്കളെ സഹായിപ്പാൻ പറ്റുന്ന ചില സമയങ്ങളിലും ഞാൻ കഴിയാത്തതുപോലെ മാറി നിന്നിട്ടുണ്ട്. There are times even though I was able to help my children, I pretended that I set myself apart not doing it. ഞങ്ങൾ ദെറാദൂണിലൊക്കെ ആയിരുന്നപ്പം മക്കളോട് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് പോക്കറ്റ് മണി വേണമെങ്കിൽ നിങ്ങൾ പണി ചെയ്യണം. And in Dehradun, I have told my children, if you want pocket money, you got to earn it, work for it. ക്രൂരനായതുകൊണ്ടൊന്നുമല്ല, ഞാൻ ക്രൂരനല്ലെന്ന് നിങ്ങൾക്ക് അറിയാമോ? Not because I'm a cruel person, you know that. പക്ഷേ അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ മോപ്പിങ്ങും വാക്യൂമിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള വെസൽസ് വാഷിംഗ് എല്ലാം ഒക്കെ ചെയ്യണം. And I told them to do the chores around the house to earn their money. അതിന്റെ മണിക്കൂറുകൾക്കനുസരിച്ച് അവർക്ക് പൈസ കൊടുക്കും. And according to the work, I paid them wages. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് അവരിലുണ്ടായി. So they had a responsible feeling inside of them.
അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഈസി ആയിട്ട് വരുന്നതല്ല ഇത്. So they understood that money does not come easily. ചില സമയത്ത് ഇങ്ങനെയൊക്കെ പണി ചെയ്താലും കിട്ടുകയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. There were times when even though they do the chores, they were not paid. അപ്പം പറയും പ്രാർത്ഥിച്ച് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. So let us trust in the Lord and let's pray. യഹോവ കരുതിക്കൊള്ളും മക്കളെ. And God will provide. വിശ്വാസത്തെ സ്ട്രെച്ച് ചെയ്യാൻ ഒരു അവസരം കൊടുക്കും. So you need to create an opportunity to stretch the faith. അവര് വിശ്വാസം എക്സർസൈസ് ചെയ്യുന്ന ഒരു ഭവനത്തിൽ വളരട്ടെ. Let them grow up in a home that the faith is stretched every day. മെറ്റീരിയലിസ്റ്റിക് ഒരു വേൾഡിൽ അവരെ വളർത്താൻ ശ്രമിക്കാതെ, Don't be raising them in a materialistic world. ദൈവത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഭവനത്തിൽ, കുടുംബത്തിൽ അവർ വളരട്ടെ. Let them grow up in a home where their faith is founded on trusting in the Lord. ഹല്ലേലൂയ. Hallelujah. അവരുടെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? So what must we do in front of them? വലിയ പർവ്വതങ്ങൾ പോലെയുള്ള പ്രശ്നം മുമ്പിൽ വരുമ്പോൾ, Whenever there are mountain-like problems in front of them, ആ പർവ്വതങ്ങളെ വെല്ലുവിളിക്കണം. we need to challenge those mountains. സക്രിയ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ In Zechariah we read, വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, അതിൽ ഊന്നി ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ പറയണം. and we need to say boldly, trusting in the Lord. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? And the big mountain in Zerubbabel, in front of Zerubbabel, who are you? നീ സമഭൂമിയായി തീരും. And you will be a plain ground. അതിന് കൃപയെന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും. And with a shout of praise, then you will put the nail in. മക്കളെ, ഈ പർവ്വത സമാനമായ പ്രശ്നമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. And regardless of all these problems like mountains in front of us, പക്ഷെ ഇതൊന്നുമല്ല, but none of these things, ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭ്യമാ. and His grace is available for us every day. കൃപ എന്ന ആർപ്പോടുകൂടെ അതിന് ആണിക്കല്ല് And കയറ്റും. you need to say grace, grace, and shout with and trust the Lord. വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ, When we face difficulties in our family life, നമ്മുടെ വിശ്വാസം ഇല്ലാതെ പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത്, when our feel like our faith is diminished, എങ്ങനെയാണ് നമ്മൾ ആ പ്രയാസങ്ങളെ നേരിടേണ്ടത്? how do we need to face those challenges? ഒറ്റ കാര്യം തന്നോട് തന്നെ പറഞ്ഞോണം. And one thing you need to repeat to സകല yourself, പിതാക്കന്മാരോടുവാ ഞാൻ and പറയുന്നത്. I'm talking to all the fathers here. My God is bigger than all these problems. എന്റെ ദൈവം നമ്മുടെ സകല പ്രശ്നത്തെക്കാളും വലിയ ദൈവമാണ്. ഈ ഉയർന്ന തിരമാലകളെക്കാൾ എന്റെ ദൈവം വലിയവൻ. My God is bigger than the waves in front of me. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെക്കാൾ എന്റെ ദൈവം വലിയവനാ. And my God is bigger than the mountain that is in front of me. എന്റെ ദൈവം വലിയവൻ. My God is bigger than my അത് problem. പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. We need to constantly repeat എന്തൊരു that. വലിയ ബലവാ നമുക്ക് ലഭിക്കുന്നത്. You know, that is a great strength that we receive from the നമ്മൾ Lord. വിളിച്ചു പറയുമ്പോൾ എന്റെ ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. When we shout and say, my God is bigger than my problems. ഹല്ലേലൂയ. Hallelujah. വിശ്വാസത്തെ സ്ട്രെച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം, There is another thing that you need to stretch your faith. നമുക്കുള്ളൊരു പേരുണ്ട്. There is a name that is given to us. നമ്മുടെ പക്കലുള്ള ഒരു പേര്. And there is something that we already have. അതാരുടെ പേരാ? Whose name is it? യേശുവിന്റെ പേര്. The name of Jesus. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ പറഞ്ഞു, Apostle Peter and John said, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, we do not have silver or gold, പക്ഷെ ഞങ്ങൾക്ക് ഒന്നുണ്ട്. but we have one thing. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. In the name of Jesus the Nazarite, get up and walk. ഞങ്ങളുടെ പക്കൽ ലോക മനുഷ്യരെ പോലുള്ള സമ്പാദ്യമൊന്നുമില്ല മക്കളെ. We do not have silver or gold or the accumulation like the worldly വളരെ people. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടി ഒക്കെയാ പോകുന്നത്. We go through challenges and difficulties in our പക്ഷെ life. നമുക്കൊരു പേരുണ്ടല്ലോ, ഒരു നാമമുണ്ടല്ലോ. But there is a name above all names. യേശുവിന്റെ നാമം നമുക്കുണ്ട്. That is the name of Jesus. ഹല്ലേലൂയ. Hallelujah. Precious name, oh how sweet. എന്തു മധുരമായ ദൈവത്തിന്റെ നാമം. Hallelujah. Hallelujah. So encourage the children to take the name of Jesus with them. അത് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എൻകറേജ് ചെയ്യണം, യേശുവിന്റെ നാമം എടുക്കുവാനായി. സ്കൂളിൽ പോകുമ്പോൾ യേശുവിന്റെ പേര് അവർ കൂടെ കൊണ്ടുപോകട്ടെ. And when they go to school, they will take the name of Jesus with പഠനം them. ബുദ്ധിമുട്ടാകുമ്പോൾ യേശുവിന്റെ പേര് അവരുടെ കൂടെ ഇരിക്കട്ടെ. When their studies become difficult, the name of Jesus will sustain അവർ them. രോഗികളാകുമ്പോൾ യേശുവിന്റെ പേര് അവർ ഉപയോഗിക്കട്ടെ. When they become sick, they depend on Jesus. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ പേര് തന്നിരിക്കുന്നത്. And that is why the name of Jesus is given to us. ഭൂലോകത്തിലും എല്ലാം
അധോലോകത്തിൽ ഉള്ളവരുടെ എല്ലാ മുഴങ്കാൽ മടങ്ങുന്നതായ പേര്. Where the name of heaven and earth, every knee will bow in front of him. അതിശ്രേഷ്ഠമായ നാമം. That is the great name that is surpassing all names. യേശുവിന്റെ നാമം നമുക്കുണ്ട്. That is the name of Jesus is given to us our possession. പിതാക്കന്മാരെ വിശ്വാസത്തെ സ്ട്രെച്ച് ചെയ്യ്. And fathers, I want you to stretch your faith in front of കുഞ്ഞുങ്ങൾ children. കാണട്ടെ വിശ്വാസത്തെ സ്ട്രെച്ച് ചെയ്യുന്നത്. Let our children see that we're stretching our faith. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അവർ വളരാൻ സമ്മതിക്കരുത്. And I pray that they will now grow up materialistic. അവർ ലൗകിക മനുഷ്യരെക്കാളും വഷളന്മാരാകും. And they will become worse than the worldly people. ആത്മീകരാകാൻ അവരെ സഹായിക്കും. And we need to encourage them to be spiritual people. നമ്മുടെ വിശ്വാസത്തെ അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ സ്ട്രെച്ച് ചെയ്യും. We need to stretch our faith in front of their eyes. ഹല്ലേലൂയ. Hallelujah. എൻ്റെ വാക്കുകൾ വളരെ പെട്ടെന്ന് I അവസാനിപ്പിക്കാം. want to conclude quickly. ഒരു ഗോഡ്ലി ഫാദർ ഒരു പ്രോമിസ് ഉണ്ട്. There is a promise to a godly father. 112 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ. And in Psalm 112 verse 1 and 2. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. This is a psalm that I really enjoy. അവിടെ ഇങ്ങനെ പറയുന്ന യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed are those who fear the Lord, who finds great delight in his commandments. അവന്റെ സന്തതി ഭൂമിയിലെ ഏറ്റവും വലിയ ധനവാനായി തീരും. Their children will be mighty in the land. അങ്ങനെയാണോ പറയുന്നത്? ഭൂമിയിലെ ഏറ്റവും വലിയ ധനവാനാവുമെന്നാണോ? Is that what it says? They will become wealthy? നോ. അവന്റെ സന്തതി ഭൂമിയിൽ എന്തുവാ ബലപ്പെട്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? നല്ല ഏറ്റവും ജിം ബോഡി ഒക്കെ ആയിട്ടിരിക്കുമെന്നാണോ? So what is they become mighty means they have muscles and bodybuilders? അതിന്റെ അർത്ഥം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പീപ്പിൾ ഓഫ് ഡെപ്ത് എന്ന ആഴമുള്ള. When I check the understanding of that, it says people of depth. എന്ന് പറഞ്ഞ വെറും ഉപരിപ്ലവമായ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലൗകികരായി ജീവിക്കുന്ന മക്കളാവുകയില്ല. That they will not be superficial children going after the world. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ബലപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ വലിയ ആഴമുള്ളവരായിട്ട് അവർ ജീവിക്കും. And they become mighty means they will have strong in their character. ഭക്തരായി ജീവിക്കുന്ന മക്കളെ കാണുന്നത് സക്സസ്ഫുൾ ആയ മക്കളല്ല, ഭക്തരായി നിൽക്കുന്ന മക്കളെ കാണുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe it's a blessing to see children who are righteous more than successful. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe? എത്ര പേര് ആമേൻ പറയും? How many of you will say amen? നമ്മുടെ എല്ലാം പ്രാർത്ഥന അതാകണം. Let that be our prayers. എന്റെ മക്കളെ സക്സസ്ഫുൾ ആക്കണമെന്ന് നമ്മളൊക്കെ ഒരുപക്ഷെ പ്രാർത്ഥിക്കും. We may think that we may pray about our children being successful. സക്സസ്ഫുൾ ആകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. There is nothing wrong with being successful. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രയോറിറ്റി പിതാക്കന്മാർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. But more than that, our fathers, we should have a priority. എന്റെ മക്കള് ഭക്തരായിട്ട് ജീവിക്കണം. I want my children to be righteous. അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിലും അവർ ഭക്തരായിരിക്കണം. Even though they don't have a job, they will be righteous. അവർക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിലും അവർ ഭക്തരായിരിക്കണം. Even though they are not wealthy, we want them to be righteous. അതാണോ നമ്മുടെ പ്രാർത്ഥന? Is that what our prayer is? എല്ലാ പിതാക്കന്മാരും എല്ലാ മാതാക്കന്മാരും അതിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. I pray that every mothers and fathers will pray for that. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Let me conclude with something else. നമ്മുടെ ലെഗസി ഒരുപാട് തകർന്നിരിക്കുകയാണെങ്കിൽ, മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ, if our legacy is wounded or broken, അതിനെ ഒന്ന് നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ കർത്താവ് അനുവദിക്കുന്നുണ്ട് കേട്ടോ. and the Lord will allow us to restore that legacy. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In Joel chapter 2 verse 25 we read, വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴവും വീട്ടിലും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾ കൊത്തവണ്ണം ഞാനൊരു നല്ല കാലം തരാം. I will repay you for the years the locusts have eaten, and the great locust and the young locust. നമുക്കൊരു മാതൃകയാകുവാൻ ഒരുപക്ഷേ കഴിഞ്ഞില്ല ഇതുവരെ. If you have not been able to be an example to your children, നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ അഭക്തിയോടെയുള്ള ജീവിതം കണ്ട് നമ്മുടെ മക്കളും അങ്ങനെയായി.
And because of our unrighteous life, and our children become like that. പക്ഷെ പ്രയാസപ്പെടണ്ട. But don't worry. ഒരു പുതിയ തുടക്കത്തിന് ദൈവം അനുവദിക്കുന്നു. But God will give you a new beginning. ഈ ഫാദേഴ്സ് ഡേ ആ പുതിയ തുടക്കത്തിന്റെ Let this Father's Day be a new beginning for you. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴും വിട്ടിലും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് അനുസരണമായി. According to the years the locusts and the great locusts have eaten. കർത്താവ് പറയും ഞാൻ അതിന് പകരം നൽകും. But the Lord says, I will repay you and replace that for നിങ്ങൾ you. വേണ്ടുവോളം തിന്നുകുടിച്ച് തൃപ്തരായി. When you were eaten plenty and until you are full. നിങ്ങളോട് അനുഗ്രഹമായി പ്രവർത്തിച്ചിരിക്കുന്ന യഹോവയെ വാഴ്ത്തുവാനിടയാകും. And you will be praised in the name of your God who has worked wonders for you. നിങ്ങളുടെ ചക്കുകൾ എണ്ണ കൊണ്ട് നിറയുവാനിടയാകും. And your vats would be full of oil. നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുവാനിടയാകും. And your storehouse will be full of grain. ഹല്ലേലൂയ. Hallelujah. മുറിഞ്ഞുപോയ അനുഭവത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്? If anybody is wounded, വേദനയോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്? if you are dealing with pain, ഇതൊരു പുതിയ തുടക്കത്തിന്റെ ദിവസമാകണം. and I pray that this will be a new day of beginning. കർത്താവേ, മക്കളെ വളർത്തുന്നതിൽ എനിക്ക് ആ മാതൃക കാണിപ്പാൻ ഇടയായില്ലല്ലോ എന്നോർത്തുള്ള ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ, If you are saying that I have not been a good example to my children, കർത്താവേ, ഒരു പുതിയ തുടക്കത്തിന് ഒരു റെസ്റ്റോറേഷന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നത് എത്ര പേര്? how many of you will say, Lord, I surrender myself for a restoration and a new beginning? ശത്രു അപഹരിച്ചു കൊണ്ടുപോയതൊക്കെ മടക്കി ലഭിക്കുന്ന ഒരു ദിവസമാക്കി. Let this be a day that everything will be returned what the enemy ഈ stole from you. ദിവസത്തെ തീർക്കണമേ എന്ന് എത്ര പേര് How many പ്രാർത്ഥിക്കും? of you will pray that this will be a new beginning, this year will be a new place? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Everybody praying for a few minutes and praying for yourself. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Everybody praying together and raising your voice and praying. കർത്താവിന്റെ ഹിതത്തിന്റെ പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ മടക്കി ലഭിക്കുന്ന ദിവസമായി. According to God's plan, that this will be a day that the rewards will be given back to you. നമ്മുടെ സക്സസ് കൊടുത്തേച്ചുവാനായിട്ടല്ല, Not only to sell our success. നല്ല മാതൃക കൊടുത്തേച്ചു പോകുന്ന പിതാക്കളായി. And let it be fathers who set good example for our children. കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. And let us pray the Lord will help us. ഈ വാക്കുകളിൽ കർത്താവ് നമ്മെ May അനുഗ്രഹിക്കട്ടെ. God bless us with these words. Thank you, Jesus. Our Heavenly Father, we thank you for this day. Thank you for the word that is being spoken to us, oh God. Each one of us as fathers, help us to examine our lives, Lord. Thank you for the great legacy of fathers that have gone on before us, who set great examples for us, oh God. They have not left a lot of wealth or inheritance for us, but they lived a good life, and they showed how to stretch their faith in front of us, Lord. And that is the legacy of faith we have. And I pray that we will be able to hand that over to our next generation, at least some of it, oh God. And if we have failed, we ask for forgiveness, oh God, because you said you will restore the days that the locusts have eaten. Amen. And I pray that Yes. you will restore that for us, oh God. Hallelujah. That we will start today. We will start to make those decisions today, and we'll set a legacy of faith for our children and people around us, oh God. Let that be our legacy, oh God. More than anything else we accumulate on this earth will be stored up for the rust and moth to eat. But help us to restore heavenly blessings by leaving that example for our children, Lord. We pray for every father's word. We pray for the ones who are setting those examples and not those who are struggling, oh God. Amen. Continue to strengthen us. Give us your wisdom and understanding and favor that you only can give, Father. We love you, we praise you, we honor you. You alone are worthy of our praises. In Jesus Christ, the Lord's precious name, we pray. Amen. Amen. Thank you, Sam. I would request all the fathers here to stand in their places, please. All the fathers.